അയ്യപ്പന്റെ വീരകഥകളെ ആസ്പദമാക്കി രചിച്ചിട്ടുള്ള അനവധി ഗീതങ്ങൾ ശാസ്താംപാട്ട് അഥവാ അയ്യപ്പൻ പാട്ട് എന്ന രീതിയിൽ അവതരിപ്പിക്കപ്പെടുന്നു. ഉടുക്കിൻ്റെ താളത്തിൽ ചൊല്ലുന്ന അയ്യപ്പൻ പാട്ടിൽ ഒരു വീരയോദ്ധാവായിട്ടാണ് അയ്യപ്പനെ ചിത്രീകരിക്കുന്നത്. ശാസ്താവിൻ്റെ അപദാനങ്ങൾ വിവിധ ശേവങ്ങളായിട്ടാണ് ശാസ്താം പാട്ടുകളിൽ വിവരിച്ചിരിക്കുന്നത്. ശൂർപ്പകൻ കവി പാണ്ഡിശേവം, പന്തളശേവം, എളവർ ശേവം, പുലിപ്പാൽ ശേവം, പാലാഴി മഥനം, ഈഴശേവം, വാവരംഗം മുതലായ അനവധി പാട്ടുകൾ ഇന്ന് പ്രചാരത്തിലുണ്ട്. ശേവം എന്ന പദത്തിനർത്ഥം സേവുകത്വം എന്നാണ്. പാണ്ഡ്യരാജാവിൻ്റെ സേവകനായിട്ട് ശാസ്താവ് ഭൂലോകവാസം നിർവഹിച്ച വസ്തുത ഓർമ്മിക്കുമ്പോൾ ഈ പദം അന്വർത്ഥമാകുന്നു. 12 വത്സരം പന്തളദാസനായി താമസിച്ച അയ്യപ്പൻ ഋഷീശ്വരന്മാരാൽ സമാരാധിതനായി ശബരിമലയിൽ പ്രതിഷ്ഠിക്കപ്പെട്ടു. ദേശവിളക്ക് പോലെയുള്ള ആഘോഷവേളകളിൽ അതിഗംഭീരമായി അവതരിപ്പിക്കപ്പെടാറുണ്ട് അയ്യപ്പൻ്റെ ചരിതങ്ങൾ വർണ്ണിക്കുന്ന ശാസ്താംപാട്ട്. അയ്യപ്പൻ ഒരു യുദ്ധവീരനായി പന്തള രാജാവിനെയും പിന്നീട് പാണ്ഡ്യരാജാവിനെയും സേവിച്ചിരുന്നതായും കടുത്ത, വാവര് തുടങ്ങിയവർ അദ്ദേഹത്തിൻ്റെ സഹായികളായി വർത്തിച്ചിരുന്നതായും ശാസ്താം പാട്ടുകളിൽ വർണ്ണിക്കുന്നു. Presented by Chaikari Kazhakkottam near Infosys Thiruvananthapuram.